വിശപ്പിന്റെ വില അറിയുന്നവന് ഇതിന്റെ വില എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുപോലെ ഒരു ദിവസം 500 രൂപ അല്ലെങ്കിൽ 250 രൂപയ്ക്ക് പണിയെടുക്കുന്നവന് 25 രൂപ ഒരു ലാഭകരമായ ഒരു സംഭവം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ കുടുംബത്തിൽ അംഗമാവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തേണ്ടതാണ്. അങ്ങനെ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ എത്തിയിട്ടാണുള്ളത്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി സാധനം മേടിക്കാം. നമസ്കാരം, ഞാൻ കിരൺ പാലാഴി. നമ്മൾ കേരളത്തിൽ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ആ ചോറിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചാനലുകാരെല്ലാവരും. അപ്പോൾ ഞാനെന്താ ഈ കാണുന്ന പോലെ ഇവിടെ കാണുന്നുണ്ടോ 25 രൂപ കൊടുത്ത് ഞാനും ഒരു ചോറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം ഇവർ ചോറ് പോരാ അല്ലെങ്കിൽ അരി പോരാന്ന് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ 2 ദിവസമായിട്ട് TV കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇതാണ് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ചോറും കറികളും. നമുക്കിത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നാരങ്ങ അച്ചാർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അവിയലാണ്. പിന്നെ ചോറ് ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് 2 കറികളുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു ചെറിയ മീൻ കറിയും പിന്നെ ഒരു സാമ്പാറാണിത്. ഇത് വേറെ ഗുണമെന്ന് വെച്ചാൽ 25 രൂപ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. 25 രൂപയായിട്ടുള്ളൂ. അത് ഇത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഈ പണിക്ക് മറ്റും പോകുന്നത്, അതായത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ അങ്ങനെ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ 25 രൂപ മുടക്കിൽ നല്ല ചോറും നല്ല വിഭവ സത്യമായ ഒരു സദ്യ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ കഴിയും. ഒന്ന് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കേരളം മൊത്തം ഇപ്പോൾ കത്തിപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ 25 രൂപയുടെ ചോറ് വളരെ മോശമാണെന്നാണ് അത് പറയുന്നത്. അത് ഒരുപാട് ചാനലുകാർ പറയുന്നു. അതിന് ട്രോളേറ്റ് ഒരുപാട് ട്രോളന്മാരും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് തന്നെ പറയാം. ഞാനൊന്ന് എന്തായാലും നോക്കട്ടെ. എന്തായാലും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വേണം അതേ ചോറ്. എനിക്ക് കഴിക്കാൻ ആവശ്യമായ ചോറ് കേട്ടോ. അത് ഞാൻ എടുക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് ചോറ് കഴിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്ര മതി. പിന്നെ ഉള്ളത് കറിയാണ്. നമുക്ക് ആദ്യം എന്തായാലും മീൻ കറി എടുക്കാം. ഒരുപാട് ട്രോളർമാർ വന്നിട്ട് വല്ലാണ്ട് ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. നമ്മളിപ്പോൾ ഇത് മേടിച്ചിരിക്കുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നാട്ടോ മേടിക്കുന്നത്. അപ്പോൾ മീൻകറി ഒഴിച്ചു. ഇനി നമുക്ക് സാമ്പാർ എടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ വയനാട്ടിലെ സാമ്പാർ. അപ്പോൾ ഞാൻ സാമ്പാറും മീനും ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് അച്ചാർ, നാരങ്ങ അച്ചാറും ഇതുപോലെ അവിയലുമാണ്. അവിയൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ നാരങ്ങ അച്ചാർ ഞാൻ കഴിക്കാറില്ല, കാരണം എന്നെ പണ്ട് പട്ടി കഴിച്ചു, അത് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടത്. ഏത് അരിയുടെ ചോറാണെന്നൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല. 2 കറി മിക്സ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം സത്യസന്ധമായി ഇപ്പോൾ പറയുന്നത്, ഞാൻ ലേശം കഴിച്ചിട്ടുള്ള അരി ശരിക്കും പറഞ്ഞാൽ ലേശം വേവ് കുറവുണ്ട് കേട്ടോ. എനിക്കത് ഒരുപാട് ആൾക്കാരോട് ക്യൂ നിന്ന് മേടിക്കുന്ന, അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അരി ലേശം കൂടെ വേകാനുണ്ട്. വേറെ പ്രശ്നം മോശമായിട്ടൊന്നുമല്ല, ലേശം വേകാനുണ്ട്. ബാക്കി കറി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമുക്കിപ്പോൾ ഇത്രയും കറി കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇത് പാർസൽ മേടിച്ചോണ്ടാ അവിടെ ഇരുന്ന് കഴിക്കണ ഇതൊന്നുമല്ല, നമുക്ക് ഇഷ്ടാനുസരണം കറി കിട്ടും. അതുപോലെ ഇത് മീനുണ്ട്, മീൻ ഫ്രൈ അല്ലേ, മീൻ ഫ്രൈ ഉണ്ട്, അതുപോലെ മീൻ കറി ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് പൈസ വരും. 25 രൂപ നിനക്ക് ഇത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതൊക്കെയാണ് കിട്ടുന്നത്. ചേർത്ത് വൃത്തിയായിട്ട് കഴിക്കാം. ഇതിന് ഒരുപാട് ട്രോളർമാർ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലേക്കും നൽകിയിരിക്കുന്ന ഒരു സംഭവമാണ്. വേണമെന്നുള്ളവർ കഴിച്ചാൽ മതി. അങ്ങോട്ട് പൈസ കൊടുത്തിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ആൾക്കാരെ വിളിച്ച് കഴിപ്പിക്കുന്നത്. വിശക്കുന്നുള്ളവന്, അതായത് വിശപ്പിന്റെ വില അറിയുന്നവന് ഇതിന്റെ വില എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുപോലെ ഒരു ദിവസം 500 രൂപ അല്ലെങ്കിൽ 250 രൂപയ്ക്ക് പണിയെടുക്കുന്നവന് 25 രൂപ ഒരു ലാഭകരമായ ഒരു സംഭവം തന്നെയാണിത്. ഇത് വെറുതെ കുറേ ചാനലുകാർ വന്ന് ഇങ്ങനെ വെറുതെ തന്നെ പറഞ്ഞുകൊണ്ട്, വെറുതെ ഇല്ലാത്ത കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊന്നുമല്ല. നല്ല ഫുഡ്, അത് മോശമൊന്നുമില്ല. ഞാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് എന്തായാലും നല്ല ഫുഡായി തോന്നി. എന്തായാലും ഞാൻ ഇനി കഴിച്ചിട്ട് ബാക്കി പറയാം. കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഫുഡിൽ കറി ഇല്ലയെന്ന് ട്രോളന്മാർ ഇങ്ങനെ വെച്ചടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എനിക്ക് 4 കൂട്ടം കറിയും ചോറും കൂടിയാണ് 25 രൂപയ്ക്ക് കിട്ടിയത്. മാത്രവുമല്ല, അത് 2 പേരാണ് ഞങ്ങൾ എന്തായാലും ആ ചോറ് മൊത്തം കഴിച്ച് തീർത്തത്. അപ്പോൾ അതിന് മാത്രമേ ചോറുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും 4 കൂട്ടം കറി ഉണ്ടായിരുന്നു. അച്ചാർ, അതുപോലെ തോരൻ, പിന്നെ സാമ്പാർ, പിന്നെ മീൻ്റെ കറി, ഇതെല്ലാം കൂടി 4 കൂട്ടം കറി ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 25 രൂപ ആയതുകൊണ്ട് വളരെ കുറച്ച് ചോറുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ.
രണ്ടുപേർ കഴിക്കാനുള്ള ധാരാളം ചോറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് മുൻകൂട്ടി എടുത്തു വെച്ചിരുന്നു, ചോറ് കുറവാണെന്ന് കരുതിയിട്ട്. പക്ഷേ ആ ചോറിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. രണ്ടുപേർക്ക് സുഭിക്ഷമായി കഴിക്കാനുള്ള ചോറ് 25 രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇത് മുതൽ തന്നെയാണ്. എന്തായാലും നല്ലൊരു പ്രവൃത്തി അത്. ഇങ്ങോട്ട് കാണിക്കൂ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ്. എനിക്കും ജിതിനും കഴിക്കാം. ജിതിൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതാ ജിതിനുണ്ട്. എന്താ പക്ഷേ ഇത് നമ്മൾ ഈ പൊതുവെ കാണുന്നത് ഞാൻ മേടിച്ച, അതായത് 25 രൂപ കൊടുത്ത് തവിഞ്ഞാൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് മേടിച്ച ചോറ്. രണ്ടും നമ്മൾ യാതൊരു വ്യത്യാസമില്ല. ജിതിൻ കഴിക്കുന്നത് വീട്ടിൽ നിന്ന് ചോറും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മേടിച്ച ചോറും. ഞാൻ വീട്ടിൽ നിന്ന് അതുപോലെ ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു സാധനം തോരൻ, ബീട്രൂട്ടിൻ്റെ തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണാവുന്നത് നമ്മുടെ കപ്പയാണ്. ഇത് നമ്മുടെ ചെറിയ എന്തെങ്കിലും നത്തോലി നത്തലായിക്കോട്ടെ. അപ്പോൾ ഈ നത്തൽ ചെറിയ ഫ്രൈ ആയതാണ്. അതുപോലെ ഇത് നമ്മുടെ നത്തലിൻ്റെ കറി, അതായത് മീൻ കറി, നമ്മൾ സാധാരണ നാടൻ മീൻ കറി. ഇത്രയും വെച്ചാണ് നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നത്. നമ്മളെന്തായാലും ഞാൻ ലേശം കഴിച്ചിട്ടുണ്ട്. ഇത്ര നിങ്ങൾ കാണുന്നില്ല, ഇത്ര ഞാൻ കഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കഴിക്കും. പക്ഷേ ഇതെന്തായാലും ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ബാക്കി ഞാൻ കഴിച്ചിട്ട് എന്തായാലും കഴിച്ച് തീർന്ന ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജിതിന് എങ്ങനെയുണ്ട് കഴിച്ചപ്പോൾ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ അവരെ നല്ല ട്രോളൊന്നും എല്ലാം ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് തോന്നിയതിൽ എല്ലാം കൊണ്ട് നല്ലൊരു ഫുഡ് തന്നെയാണ്. കാരണം പഞ്ചായത്ത് തലത്തിലാണ് ഇപ്പോൾ ഇവർ ഓരോ സെക്ഷൻ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡ് എന്തായാലും ഇപ്പോൾ ഈ 2 കറിയും ചോറും അതേപോലെ തന്നെ അച്ചാറും അവിയലും അടിപൊളിയാണ്. വേറെ ഒരു രക്ഷയില്ല. ഇവരിത് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ഇവർ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് അങ്ങനെ അധികം ഇതിന് വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും വയറ് നിറയ്ക്കുക എന്നുള്ളൊരു ആശയമാണ് അവർ ശരിക്കും കുടുംബശ്രീന്റെ ഭാഗത്തുനിന്നായാലും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഇത് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഈ കൊറോണ ശേഷം ഒരുപാട് പണിക്കാർക്കെല്ലാം പോകുന്നുണ്ട്. പണിക്ക് നേരത്തെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 500 രൂപ പണിയെടുത്ത് ഏതാണ്ട് 100 രൂപ തന്നെ ഫുഡിന് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം അത്. നല്ല ഫുഡ് തന്നെ, മോശം. ഇത് വെറുതെ ആൾക്കാർ തോന്നുന്നത്. അതുപോലെ തന്നെ ചാനൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് നല്ല ചോറാ അത്. എന്ത് മോശം. ആവശ്യമുള്ളപ്പോൾ അവരെ നന്നായിട്ട് റിവ്യൂ ഒക്കെ ചെയ്തെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അരി ഇങ്ങനെയാണ്, അവിടുത്തെ കറിയിൽ ഇങ്ങനെയാണ്, കിച്ചൺ അങ്ങനെയാണ്, അതാണ് ഇതാണ്. 25 ചോറ് എന്തുമാത്രം ചോറുണ്ട് നോക്ക്. അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനെക്കാട്ടി നമ്മൾ പോയി ഇപ്പൊ തന്നെ ഇതിപ്പോ ശരിക്കും 2 പേര് കഴിക്കാനുള്ള ചോറുണ്ട്. ശരിക്കും ലാഭം ഇത് ലാഭം മാത്രം നല്ലൊരു സംഭവമാണ്. ശരിക്കും മോശം എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നില്ല. മോശം മാത്രം മോശം എന്ന് പറയും. ഇത് വെറുതെ പറയുന്ന ആൾക്കാർ നല്ല ഫുഡ് അത്. ഇതാ നമ്മൾ കഴിച്ചു പോകും. ഇത് എങ്ങനെയാണ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമൊന്നുമില്ല. ഫുഡ് എന്തായാലും നമുക്ക് ആ പൈസ ഒക്കെ ഒത്തിട്ടും പിന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അടിപൊളി ഫുഡ്. പക്ഷെ എനിക്കതൊന്ന് പറയാണ്ടേ. അതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വെറുതെ തമാശ പറഞ്ഞു കാര്യം സീരിയസ് ആയിട്ട് പറയുന്നത്. അതിന് അരി ലേശം വേകാറുണ്ടായിരുന്നു കേട്ടോ. അത് മോശം എന്ന് പറയാനൊന്നും പറയാൻ പറ്റില്ല. അവർ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് സാധനം മേടിക്കാൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് വേഗിച്ച് കൊടുക്കുന്നതുകൊണ്ട് പറ്റുന്ന സംഭവം. ശരിക്കും ഒരു 11 മണി ആൾക്കാർ ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ അതായത് കോവിഡ് മാനദണ്ഡം പാലിച്ചിട്ട് കുറച്ച് സ്പേസ് ഒക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ടും പറയുന്നത്. പിന്നെ 25 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ചോറ് മേടിച്ചത് മുതലാട്ടോ ശരിക്കും. 2 പേർക്ക് എന്താണ് ഇപ്പൊ നമ്മൾ മേടിച്ച ചോറ് 2 പേർക്ക് കഴിക്കും. 2 പേർക്ക് കഴിക്കും. അതുപോലെ തന്നെ 1, 2, 3, 4 കൂട്ടം കറി. നമ്മൾ പാർസൽ വാങ്ങിയോണ്ട് കറിന്റെ കുറച്ച് കുറവുണ്ട്. അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടം കിട്ടും. അവർക്ക് അൺലിമിറ്റഡ് ആണ്. ഇഷ്ടംപോലെ കിട്ടും. പിന്നെ പറഞ്ഞാൽ മീൻ വറുത്തത്, പൊരിച്ചത്, കരിച്ചത് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇഷ്ടം അതും തന്നെ വേണ്ടി. എന്തായാലും നല്ല ഫുഡായിരുന്നു. നമ്മളിപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥിതി ചെയ്യണത് വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് LCC ഞങ്ങളുമായിട്ട് നല്ല ബന്ധം. അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും അത് നടക്കട്ടെ. നല്ല ഫുഡായിരുന്നു, മോശമില്ല. എന്തായാലും അവിടെ എത്തി. അതായത് തവിഞ്ഞാൽ പഞ്ചായത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇത് പഞ്ചായത്ത് ഒരേ മതിൽ. പഞ്ചായത്തിൽ ജോലിക്കാരോ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ. പഞ്ചായത്തിൽ ജോലിക്കാർ അവിടെ തന്നെയാണ്. അതുപോലെ ബാങ്കിലെ ജീവനക്കാർ എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ അങ്ങനെ ഈ ജോലിന്റെ മാറ്റം തരംതിരിവൊന്നുമില്ല കേട്ടോ. എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അതായത് പഞ്ചായത്ത് ഇപ്പുറത്ത് കമ്മ്യൂണിറ്റി കിച്ചനും തവിഞ്ഞാലാണ് തന്നെയാണ്. അതായത് തലപ്പുഴ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. വരുമ്പോൾ ഇട സൈഡ്
അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ കമ്മ്യൂണിറ്റി കിച്ചൺ. എന്തായാലും കഴിയുമെങ്കിൽ ഇതുവഴി പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 25 രൂപ ഫുഡിനുള്ളിൽ നല്ല ഫുഡാണ്, ഒരിക്കലും മോശം പറയാനില്ല. മറ്റ് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ പോയിരുന്നെങ്കിൽ 60 രൂപ. എത്ര ഹോട്ടലിൽ എത്ര ഫുഡ്? 60? സാധാ ചോറ് മാത്രം. പിന്നെ സാധാ മീൻ തന്നെ കുറച്ച് ഇവിടെ മീനൊക്കെ കുറച്ച് കുറവാണ്. 60 രൂപ മറ്റുണ്ട് ഹോട്ടലിൽ ഫുഡ്. മീന് പ്രത്യേകിച്ച് ജസ്റ്റ് എക്സ്ട്രാ വരുന്ന കേട്ടോ. ഇത് 25 രൂപയുള്ളു. പറ്റുമെങ്കിൽ നിങ്ങൾ എന്താ കഴിക്കുക. ഞാൻ കഴിച്ചു, ഇതും കഴിച്ച്. നല്ല ഫുഡാണ്, നമുക്ക് എന്താ ഇഷ്ടമുണ്ട്, നല്ല ഫുഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാട്ടോ, അതും കൂടെ ഒന്ന് ഗവനിക്കുക. ഓക്കെ.